ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈനൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ്. തേങ്ങ അരച്ച മത്തിക്കറി. സാധാരണ മത്തിക്കറി വെക്കുമ്പോൾ മാങ്ങ ഇട്ടായിരിക്കും, അല്ലെങ്കിൽ കുടംപുളി ഇട്ട് വെക്കും, വാളംപുളി ഇട്ട് വെക്കും. ഇന്ന് നമ്മൾ തേങ്ങ അരച്ച മത്തിക്കറി വെക്കുന്നത് ഇരുമ്പപ്പുളി ഇട്ടിട്ടാണ്. ഇതിന് വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇരുമ്പപ്പുളിക്ക് മറ്റെന്തെങ്കിലും പേരറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് ആദ്യം തേങ്ങ അരച്ച് എടുക്കാം. അതിന് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത്, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞങ്ങളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. എരിവ് ആവശ്യമുള്ളവർക്ക് സാധാരണ മുളക് പൊടി എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യം പൊടിയായിട്ട് അരിഞ്ഞ് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളി, 3 പച്ചമുളക് നടുവേ കീറിയത്, കുറച്ച് കരിയാപ്പില, പിന്നെ നമ്മുടെ ഇരുമ്പപ്പുളി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ കറികളൊക്കെ ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യലാണ്. അമ്മയാണിപ്പോൾ ഈ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പപ്പുളിയും ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് അടച്ച് വെച്ച് വേവാൻ വെക്കാം. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. മത്തിക്കറി റെഡി ആയാൽ അപ്പം തന്നെ നമ്മൾ ചോറിനാണ്. ചോറിന് അടുത്ത് കൂട്ടാൻ വാഴച്ചുണ്ടും പയറും തോരൻ വെച്ചത്, കോവയ്ക്ക തോരൻ, ഇഞ്ചിയും പുളിയും വെച്ചരച്ച തേങ്ങാ ചമ്മന്തിയുമുണ്ട്. ഇനി നമുക്ക് ലാവിഷായിട്ട് ലഞ്ച് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇരുമ്പപ്പുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച മത്തിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.